വിശദമായ വാർത്തകളിലൂടെ ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ആരോഗ്യനില ഗുരുതരമായി തുടരുന്നു. 2 തവണ ശ്വാസതടസ്സമുണ്ടായെന്ന് വത്തിക്കാൻ അറിയിച്ചു. കൃത്രിമ ശ്വാസം നൽകുന്നത് തുടരുകയാണ്. സാധ്യമായ എല്ലാ പരിചരണവും നൽകുന്നുണ്ടെന്ന് ഡോക്ടർമാർ. വിശദാംശങ്ങളുമായി ഗൗതം ചേരുന്നുണ്ട്. ഗൗതം, ആരോഗ്യനില ഗുരുതരമായി തുടരുന്നുവെന്നുള്ള വാർത്തകൾ വരുന്നു. എന്താണ് മറ്റു വിവരങ്ങൾ? അങ്ങനെ ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ അനുസരിച്ച് മാർപ്പാപ്പയ്ക്ക് കഴിഞ്ഞ ദിവസം രാത്രി 2 തവണ ശ്വാസതടസ്സം നേരിട്ടതായിട്ടുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത. കഴിഞ്ഞ ദിവസം അദ്ദേഹത്തിന്റെ ആരോഗ്യനിലയിൽ സാമാന്യം ഭേദപ്പെട്ട ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ആ സാഹചര്യം പരിഗണിച്ചുകൊണ്ട് മാർപ്പാപ്പ തിരിച്ചു വരുമെന്നുള്ള, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ആരോഗ്യനില തിരിച്ചു വരികയാണ് എന്നുള്ള ഏറ്റവും പുതിയ വിവരങ്ങളായിരുന്നു കഴിഞ്ഞ ദിവസം, അല്ലെങ്കിൽ പ്രതീക്ഷ നിർഭരമായ വിവരങ്ങളായിരുന്നു കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നത്. എന്നാൽ അതിന് പിന്നാലെയാണ് ഇന്നലെ രാത്രിയോടുകൂടി 2 തവണ അദ്ദേഹത്തിന് ശ്വാസതടസ്സം ഉണ്ടായതായിട്ടും ആരോഗ്യനില വീണ്ടും വഷളാതായിട്ടുമുള്ള റിപ്പോർട്ടുകൾ പുറത്തു വന്നിരിക്കുന്നത്. ഇപ്പോൾ അദ്ദേഹം ഗമേലി ആശുപത്രിയിൽ ചികിത്സയിലാണുള്ളത്. നമുക്കറിയുന്നത് പോലെ തന്നെ ഫെബ്രുവരി 14 മുതലാണ് അദ്ദേഹം ഈ ആശുപത്രിയിൽ ചികിത്സയിൽ ഉണ്ടായിരുന്നത്. പലതവണ അദ്ദേഹത്തിന്റെ ആരോഗ്യസ്ഥിതിയിൽ ഗൗതം, ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ആരോഗ്യനില ഗുരുതരമായി തുടരുന്നത് സംബന്ധിച്ചാണ് ഗൗതം വിശദാംശങ്ങൾ നൽകിക്കൊണ്ടിരുന്നത്. 2 തവണ ശ്വാസതടസ്സം ഉണ്ടായെന്ന് വത്തിക്കാൻ അറിയിച്ചിട്ടുണ്ട്. കൃത്രിമ ശ്വാസം നൽകുന്നത് തുടരുന്ന ഒരു സാഹചര്യമുണ്ട്. സാധ്യമായ എല്ലാ പരിചരണവും നൽകുന്നുണ്ടെന്ന് ഡോക്ടർമാർ അറിയിക്കുന്നുണ്ട്. ഗൗതം തുടരുന്നുണ്ട്. ഗൗതം, വിശദാംശങ്ങൾ. പോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, കഴിഞ്ഞ ദിവസം രാത്രിയാണ് 2 തവണ അദ്ദേഹത്തിന് ശ്വാസതടസ്സം ഉണ്ടായത്. നമുക്കറിയാം, അദ്ദേഹത്തിൻ്റെ ശ്വാസകോശ സംബന്ധമായ ബുദ്ധിമുട്ടുകളെ തുടർന്നാണ് അദ്ദേഹത്തെ ഫെബ്രുവരി 14 ഗമേലി ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുന്നത്. അതിനുശേഷം പലതവണ അദ്ദേഹത്തിൻ്റെ ആരോഗ്യനില സംബന്ധിച്ചുള്ള വാർത്തകൾ പുറത്തു വന്നിരുന്നു. ഏറ്റവും ഒടുവിലായി പുറത്തു വരുന്നത് ഇന്നലെ രാത്രി 2 തവണ അദ്ദേഹത്തിന് ശ്വാസ സംബന്ധമായ പ്രശ്നമുണ്ടാവുകയും തടസ്സം ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏറ്റവും പുതിയ മെഡിക്കൽ ബുള്ളറ്റിൻ പ്രകാരം, വത്തിക്കാനിൽ നിന്ന് ലഭിക്കുന്ന മെഡിക്കൽ ബുള്ളറ്റിൻ പ്രകാരം അദ്ദേഹത്തിന് ആസ്മ അറ്റാക്കിലേക്ക് നയിക്കുന്ന തരത്തിൽ എൻഡോബ്രോങ്കിയൽ പ്രശ്നം ഉണ്ടായിട്ടുണ്ട് കഴിഞ്ഞ രാത്രി എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇതിന് മുൻപത്തെ ദിവസം അദ്ദേഹത്തിൻ്റെ ആരോഗ്യനിലയിൽ മാറ്റമുണ്ടാകുകയും അദ്ദേഹം തനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചവരോടൊക്കെ തന്നെ നന്ദി അറിയിക്കുകയും ചെയ്തിട്ടുള്ള കുറിപ്പൊക്കെ പുറത്തു വന്നിരുന്നു. ആ ഘട്ടത്തിലൊക്കെ തന്നെ മാർപ്പാപ്പയുടെ ആരോഗ്യനില ഏറ്റവും നല്ല രീതിയിലേക്ക് മാറി വരികയാണെന്നുള്ള പ്രതീക്ഷയാണ് ലോകത്തിനുണ്ടായിരുന്നത്. എന്നാൽ ആ പ്രതീക്ഷകൾക്ക് ഒരു തിരിച്ചടി എന്ന നിലയിൽ, അല്ലെങ്കിൽ ഒരു നിരാശ നൽകുന്ന തരത്തിലാണ് കഴിഞ്ഞ ദിവസം രാത്രിയിൽ സംഭവങ്ങൾ ഉണ്ടായിരിക്കുന്നത്. 2 തവണ അദ്ദേഹത്തിന് ശ്വാസ സംബന്ധമായ തടസ്സം ഉണ്ടാവുകയും ശ്വാസം എടുക്കുന്നതിൽ ബുദ്ധിമുട്ട് നേരിടുകയും ചെയ്തിട്ടുണ്ട്. നമുക്കറിയാം, മാർപ്പാപ്പ കഴിഞ്ഞ കുറേ നാളുകളായി തന്നെ ഈ ശ്വാസ സംബന്ധമായ രോഗങ്ങളിൽ വലിയ വിഷമത നേരിടുന്നുണ്ട്. അതിനെ തുടർന്ന് തന്നെയാണ് ഫെബ്രുവരി 14 ഗമേലി ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും ചെയ്തത്. എന്നാൽ പിന്നീട് പല ഘട്ടങ്ങളിലും അദ്ദേഹത്തിൻ്റെ ശ്വാസകോശ സംബന്ധമായിട്ടുള്ള ആരോഗ്യസ്ഥിതി അത് മെച്ചപ്പെടുകയും പിന്നീട് വീണ്ടും പ്രശ്നത്തിലാകുകയും ചെയ്ത സാഹചര്യം ഉണ്ടായിരുന്നു. ഇപ്പോൾ ലഭിക്കുന്ന ഏറ്റവും പുതിയ മെഡിക്കൽ ബുള്ളറ്റിൻ പ്രകാരം അദ്ദേഹത്തിൻ്റെ ആരോഗ്യസ്ഥിതിയിൽ ഒരു ആശങ്ക നിലനിൽക്കുന്നുണ്ട്. ആസ്മ അറ്റാക്കിലേക്ക് പോകുന്ന തരത്തിൽ എൻഡോബ്രോങ്കിയൽ പ്രശ്നമാണ് സംഭവിച്ചിരിക്കുന്നതെന്നാണ് മെഡിക്കൽ ബുള്ളറ്റിൻ സൂചിപ്പിക്കുന്നത്. അങ്ങനെയെങ്കിൽ അദ്ദേഹത്തിൻ്റെ ശ്വാസകോശത്തിൻ്റെ പ്രവർത്തനം സംബന്ധിച്ച്, അല്ലെങ്കിൽ ശ്വാസം എടുക്കാനുള്ള കപ്പാസിറ്റിയെ സംബന്ധിച്ചുള്ള ആശങ്കകൾ നിലനിൽക്കുന്നുണ്ട്. 2 തവണ ഈ തടസ്സം നേരിട്ടിട്ടുണ്ട്. എന്നാൽ ഇപ്പോൾ സ്ഥിതിഗതികൾ സ്റ്റേബിൾ ആണ് എന്ന തരത്തിലും റിപ്പോർട്ടുകൾ പുറത്തു വന്നിട്ടുണ്ട്. പക്ഷേ അടുത്ത മണിക്കൂറുകളിലൊക്കെ പുറത്തു വരുന്ന മെഡിക്കൽ ബുള്ളറ്റിൻ അനുസരിച്ചായിരിക്കും നമുക്കത് ഉറപ്പിക്കാൻ കഴിയുക. ഇപ്പോഴുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഔദ്യോഗികമായി സ്ഥിരീകരിക്കപ്പെട്ട വിവരമനുസരിച്ച് ഇന്നലെ രാത്രിയോടുകൂടി ഗമേലി ആശുപത്രിയിൽ വെച്ച് ചികിത്സയിൽ തുടരുന്ന മാർപ്പാപ്പയ്ക്ക് 2 തവണ ബ്രോങ്കിയൽ ഡിസോർഡർ ഉണ്ടായിട്ടുണ്ട്, ശ്വാസതടസ്സം ഉണ്ടായിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ആരോഗ്യസ്ഥിതി വഷളായി തുടരുന്ന ഒരു സാഹചര്യമുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. സംഗീത. ഗൗതം, ഈ കഴിഞ്ഞ ആഴ്ചകളൊക്കെ നമ്മൾ പലതവണ കണ്ടതാണ്. പലപ്പോഴും ഗുരുതരമായ സാഹചര്യത്തിലേക്ക് പോവുകയും അതിനുശേഷം തിരികെ വരികയും ഒക്കെ ഉണ്ടായ ഒരു സാഹചര്യം ഉണ്ടായിരുന്നു മാർപ്പാപ്പയുടെ കാര്യത്തിൽ. വിശ്വാസികളെല്ലാവരും ഒന്നടങ്കം അത് തന്നെയായിരിക്കും പ്രാർത്ഥിക്കുന്നതും പ്രതീക്ഷിക്കുന്നതുമൊക്കെ. ഇത്തവണയും മാർപ്പാപ്പ തിരികെ ആരോഗ്യവാനായി തന്നെ തിരികെ വരുമെന്നുള്ള കാര്യം ഏറ്റവും അടുത്ത ഇനിയൊരു മെഡിക്കൽ ബുള്ളറ്റിൻ ഒക്കെ എപ്പോഴേക്കുമാണ് പ്രതീക്ഷിക്കാൻ സാധിക്കുക? വത്തിക്കാൻ്റെ പുതിയ അപ്ഡേഷൻ അത് ഏത് സമയത്തേക്കുമായിരിക്കും ലഭിക്കുക ഇനി? സംഗീത, ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളത്, ഇപ്പോൾ രാത്രി നമുക്ക് അന്താരാഷ്ട്ര മാധ്യമ റിപ്പോർട്ടുകളാണ് നമ്മുടെ മുന്നിലുള്ളത്. അതിനുശേഷം ഏകദേശം ഇന്ന് രാവിലെ ഒരു 10 മണിയോട് കൂടിയിട്ടായിരിക്കും നമുക്ക് ഈ മെഡിക്കൽ ബുള്ളറ്റിൻ്റെ കൂടുതൽ വിശദാംശങ്ങൾ ലഭ്യമാകുക. സംഗീത സൂചിപ്പിച്ച പോലെ തന്നെ നേരത്തെയും സമാനമായ രീതിയിൽ ആരോഗ്യനില സംബന്ധിച്ച് ആശങ്കപ്പെടുത്തുന്ന വാർത്തകൾ പുറത്തു വന്നിരുന്നു. നമുക്കറിയാം, മാർപ്പാപ്പയുടെ ഒരു ജീവിതം പരിശോധിക്കുകയാണെങ്കിൽ, അദ്ദേഹത്തിൻ്റെ ഒരു ആരോഗ്യ ഹിസ്റ്ററി പരിശോധിക്കുകയാണെങ്കിൽ ശ്വാസകോശ സംബന്ധമായ രോഗങ്ങൾ
അദ്ദേഹത്തെ ഏറെക്കാലമായി അലട്ടുന്നുണ്ട്. ഇതേ തുടർന്ന് തന്നെയാണ് ഗമേലി ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും ചെയ്തത്. സംഘം സൂചിപ്പിച്ച പോലെ കഴിഞ്ഞ ദിവസങ്ങളിൽ അദ്ദേഹത്തിൻ്റെ ആരോഗ്യനിലയിൽ വലിയ മാറ്റമുണ്ടാവുകയും ശ്വാസകോശ സംബന്ധമായ പ്രശ്നങ്ങൾ അദ്ദേഹത്തിന് ബാധിച്ച ന്യൂമോണിയ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ വലിയ തരത്തിലുള്ള മാറ്റമുണ്ടാവുകയും അതിൻ്റെ തോത് കുറഞ്ഞതായിട്ടും മാർപ്പാപ്പയുടെ ശ്വാസകോശ സംബന്ധമായ ബുദ്ധിമുട്ടുകൾ കുറയുന്നതായിട്ടും നമുക്ക് വിവരങ്ങളുണ്ടായിരുന്നു. തുടർന്ന് അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിച്ച ലോക ജനതയോട് നന്ദി പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിൻ്റെ കുറിപ്പും പുറത്തു വന്നിരുന്നു. ഒരുപക്ഷെ വത്തിക്കാൻ ഏറ്റവും പ്രതീക്ഷയോടുകൂടി തന്നെ ലോകം ഏറ്റവും പ്രതീക്ഷയോടുകൂടി തന്നെയാണ് മാർപ്പാപ്പയുടെ ആ ഒരു ആരോഗ്യനിലയിലുണ്ടായ മാറ്റത്തെ നോക്കിക്കണ്ടത്. അദ്ദേഹത്തിന് ന്യൂമോണിയ ബാധ സംബന്ധിച്ചും നമുക്ക് ആശ്വാസകരമായ റിപ്പോർട്ടുകളായിരുന്നു കഴിഞ്ഞ ദിവസത്തെ വത്തിക്കാൻ മെഡിക്കൽ ബുള്ളറ്റിൻ ഉണ്ടായത്. എന്നാൽ അപ്രതീക്ഷിതമായിട്ടാണ് ഈ ഒരു ആരോഗ്യനില മെച്ചപ്പെടുന്ന സാഹചര്യം നിലനിൽക്കുന്ന ഘട്ടത്തിൽ തന്നെയാണ് ഇന്നലെ രാത്രിയോടുകൂടി 2 തവണ മാർപ്പാപ്പയ്ക്ക് ശ്വാസതടസ്സം ഉണ്ടായിരിക്കുന്നതെന്നാണ് ഏറ്റവും ഗൗരവതരമായ കാര്യം. ഒരുപക്ഷെ കാലങ്ങളായി അദ്ദേഹം നേരിടുന്ന ശ്വാസകോശ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ, അദ്ദേഹത്തിൻ്റെ ആരോഗ്യ ഹിസ്റ്ററിയിൽ ആ ഒരു ബുദ്ധിമുട്ട് നിലനിൽക്കുന്നുണ്ട്. ബ്രോങ്കിയൽ ഡിസോർഡറാണ് അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട വെല്ലുവിളി. ഒപ്പം ന്യൂമോണിയ ബാധയുണ്ട്. കഴിഞ്ഞ ദിവസം ഉണ്ടായിട്ടുള്ള എൻഡോബ്രോങ്കിയൽ ഡിസോർഡറിനെ സംബന്ധിച്ചിട്ടാണ് നമുക്കിപ്പോൾ ഏറ്റവും വലിയ ആശങ്കയുള്ളത്. അതൊരു ആസ്മ അറ്റാക്കിലേക്ക് പോകുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടുണ്ട് എന്നാണ് മെഡിക്കൽ ബുള്ളറ്റിനുകൾ അല്ലെങ്കിൽ നമുക്ക് ലഭ്യമായിട്ടുള്ള ഇപ്പോഴുള്ള മെഡിക്കൽ ബുള്ളറ്റിൻ വ്യക്തമാക്കുന്നത്. അതിനുശേഷം ഇതുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ വിശദാംശങ്ങൾ അല്ലെങ്കിൽ കൃത്യമായിട്ടുള്ള ഒരു മെഡിക്കൽ സംഘത്തിന്റെ ബുള്ളറ്റിൻ വേണമെങ്കിൽ അത് ഇന്നൊരു 10 മണിയോട് കൂടിയിട്ടായിരിക്കും നമുക്കത് ലഭ്യമാകുക. എന്നാൽ ശരി ഗൗതം, എന്തായാലും ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ആരോഗ്യനില ഗുരുതരമായി തുടരുന്നതിന്റെ അപ്ഡേഷനുകളാണ് ഗൗതം പങ്കുവച്ചത്.